ഹലോ, നമ്മൾ മുത്തപ്പൻകാവ് പോവുകയാണ് കേട്ടോ. ഇവമോളും ഞാനും റിച്ചൊക്കെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. കാറിൽ പോകുന്നതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട സ്നാക്സും വെള്ളവും ചായയും ടോയ്സും എല്ലാം അടക്കം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെയും കൊണ്ട് അങ്ങനെ ലോങ് പോകാത്തതുകൊണ്ട് എന്തൊക്കെയും അവസ്ഥ എന്നറിയാത്തതുകൊണ്ട് എല്ലാ സാധനവും ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കണ്ണൂരെത്തിയപ്പം അവിടെ നിന്ന് ഒരു ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് റൂം സെറ്റ് ആയിട്ടുണ്ടായില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട വെച്ചിട്ട് ഒരു മൂവിക്കൊക്കെ കയറി കേട്ടോ. നല്ല അടിപൊളി മൂവിയൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ റൂമൊക്കെ റെഡിയായി. നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടായത് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഇവിടെ കണ്ണൂരിൽ നല്ല അപാര മഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അമ്പലത്തിൽ പോയി വരാൻ എല്ലാത്തിനുള്ള സൗകര്യം നോക്കിയിട്ട് നമ്മൾ അതിനടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് റൂം എടുത്തിട്ടുണ്ടായത്. പിന്നെ നല്ല അടിപൊളി റൂമായിരുന്നു, ക്ലീനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴ ചടച്ച് സത്യം പറഞ്ഞാൽ. അങ്ങനെ എന്തായാലും മാറ്റാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി. അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് യൂഷ്വലി ഇടാൻ ഇഷ്ടം സാരിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാരിയായിരുന്നു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ സാരി കൊടുത്തു കഴിഞ്ഞ് മഴയും കൂടി കണ്ടപ്പോൾ ആകെ ചടച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുഴപ്പമില്ല, നമുക്ക് ഫോട്ടോ എടുക്കലാണല്ലോ മെയിൻ അല്ലേ. അങ്ങനെ പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ അവിടെ ഫുള്ള് ചളിപിളിയിക്കുന്നവർ പറഞ്ഞ് ആകെ കൂടി ആളെ ചടപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, പോകാൻ വിചാരിച്ച് അങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. എല്ലാവരും പുറപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇവിടെ നല്ല മഴയുണ്ട് തന്നെ ഞങ്ങൾ കാറിൽ തന്നെ പോകാമെന്നാണ് കരുതിയത്. മറ്റേ ഞങ്ങൾ നടന്നു പോകാമെന്നായിരുന്നു പ്ലാൻ ഉണ്ടായത്. അപ്പോൾ പിന്നെ കാറിൽ പോകാൻ വിചാരിച്ചു. പിന്നെ അമ്പലത്തിൽ പൂവൊക്കെ വാങ്ങി ഇവമൊക്കെ വെക്കാൻ വാങ്ങിയാണ്, പക്ഷേ എൻ്റെ തലയിലട്ടോ വെച്ചത്. അതിൻ്റെ ഇടയിൽ അതിൻ്റെ മുണ്ടൂരി പോന്നിട്ട് ഒളിപ്പിച്ച് കൊടുക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഫുള്ള് തിരക്കാണ്. മൺഡേ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു തിരക്കുണ്ടാവില്ല എന്ന്. ഇനി ഞാൻ ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് നല്ല തിരക്കായിട്ടോ തോന്നിയിട്ടുണ്ടായത്. പിന്നെ അവിടെ ഉള്ളിലേക്കൊന്നും നമുക്ക് ഫോൺ അങ്ങനെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഞാൻ ആരും കാണാണ്ടൊക്കെ അങ്ങനെയൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിരിക്കുകയായിരുന്നു. പിന്നെ ഈ പുഴയിൽ മുങ്ങിയിട്ടൊക്കെയാണ് അമ്പലത്തിൽ കയറുകയെന്നൊക്കെയാണ് ഇവരെന്നോട് പറഞ്ഞത് കേട്ടോ. ഞാൻ ചെന്നപ്പോൾ അവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ ഫുള്ള് കെട്ടി വെച്ചൊക്കെയായിരുന്നു, നമുക്ക് ഇറങ്ങാനൊന്നും പറ്റാത്ത വിധത്തിൽ. അപ്പോൾ കുറച്ച് നേരം വെള്ളമൊക്കെ നോക്കി നിന്നു. അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അച്ഛനും മോളും ഇങ്ങനെ നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്പലത്തിൽ പോയാൽ ഇങ്ങനത്തെ പീടികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ നല്ല രസമാണ് കാണാൻ. അതിൻ്റെ ഉള്ളിൽ കയറി സാധനം വാങ്ങാൻ അതിലേറെ രസമാണ്. അതൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. അവിടെ ഹോട്ടലൊക്കെ നല്ല ഫുള്ളാട്ടോ. എങ്ങനെയൊക്കെ ഒരു ഹോട്ടലിൽ കയറിയിരുന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. ഇന്ന് നമ്മൾ റിട്ടേൺ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.